ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം. ഇന്ന് 11-ാം തീയതി നിഫ്റ്റിൻ്റെ ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞാൽ 23,306 താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അതല്ല 23,591 മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. അതാണ് നിഫ്റ്റിൻ്റെ ലെവൽസ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 49,760 താഴേക്കാണെങ്കിൽ അപ്സൈഡ് 50,248 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡ് ഇതായിരിക്കും പ്ലാൻ ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, 9:15 ആയിട്ടുണ്ട്. നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റിൻ്റെ അടുത്താണ് മാർക്കറ്റ്. മാർക്കറ്റ് ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യട്ടെ, എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:30 ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു അപ്പ് സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. 49,760 താഴേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു അഗ്രസീവ് എൻട്രി നോക്കാം. ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് ഓൾമോസ്റ്റ് പ്രീമിയം 49,800 പ്രീമിയം 800 റേഞ്ചിലാണ്. അതിൻ്റെ താഴേക്ക് വരട്ടെ. 20 ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യുക, 20 പോയിൻ്റ് SL സെറ്റ് ചെയ്യുക. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ ഫ്യൂച്ചറും സ്പോട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ബെയറിഷ് മോഡൽ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. ആദ്യം ഫ്യൂച്ചറാണ് താഴേക്ക് വരുന്നത്. ഏതായാലും ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ട്രേഡ് ചെയ്തതിന് ശേഷം ലിക്വിഡിറ്റി ഏരിയ എത്തിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം, ബൈ ചെയ്യാം. നമുക്ക് പ്രീമിയം കിട്ടിയത് 785-നാണ്. ചെറിയ ലോസാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഫാള വരാൻ തോന്നുന്നുണ്ട് മാർക്കറ്റ്. അറിയില്ല, മാർക്കറ്റ് ഇവിടെ നിന്നൊരു സഡൻ സ്പൈക്ക് വന്നിട്ട് ടാർഗറ്റ് നമുക്ക് ഇന്നത്തെ ഡേ ഹൈ ആണ്. നിഫ്റ്റിയിലും ഇപ്പോൾ ലോൺ സൈഡ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് വരുന്നുണ്ട്, നോക്കാം. 1000 റുപ്പീസൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം മുകളിലേക്ക് പോവാം, നല്ല ടാർഗറ്റ് വരുള്ളൂ. ഇത് ഇന്നത്തെ പ്രീവിയസ് ഡേയുടെ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ട്രേഡ് അറ്റംപ്റ്റ് ചെയ്തതാണ്. ഈവൻ നിഫ്റ്റി 23,306 റേഞ്ച് നിഫ്റ്റിയിലും ടാപ്പ് ചെയ്തിട്ടുണ്ട്. താഴെ എങ്ങനെ വരുന്നതെന്ന് തോന്നുന്നുണ്ട്. പ്രീമിയം സെയിം 780 സംതിങ് ആയി വീണ്ടും. ഭയങ്കര വോളറ്റൈലാണ് മാർക്കറ്റ് നിന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ഒരു മൊമെൻറ്റം പോലെ പ്രീമിയത്തിനൊക്കെ. പ്രീമിയം പറഞ്ഞിറങ്ങുക. ഏതായാലും നോക്കാം. നമ്മളെ ഫസ്റ്റ് ചാൻസ് പ്രകാരം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. നമ്മളെ സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റേ നമ്മുടെ എന്താ പറയുക, സ്പോട്ട് ചാർട്ടിൽ പ്രീമിയം പക്ഷേ SL അടിച്ചിട്ടില്ല. കാരണം നമ്മളൊരു ഡൗൺ സ്പൈക്കിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്, അതുകൊണ്ടാണ്. വീണ്ടും പ്രോഫിറ്റിലേക്ക് തന്നെ കാണുന്നുണ്ട്. വരട്ടെ ഏതായാലും പറഞ്ഞു കയറട്ടെ. നമുക്ക് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡിൽ നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഓർഡേഴ്സൊക്കെ കാണാം. വളരെ പെട്ടെന്ന് 3 മിനിറ്റ് കൊണ്ട് തന്നെ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. 785-ന് എൻട്രി എടുത്തു. 765 റേഞ്ചിൽ SL. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നോക്കാം. മാർക്കറ്റ് വാരിഷ് ആയിട്ട് പോവുകയാണെങ്കിൽ 5 മിനിറ്റ്സിലോ 50 മിനിറ്റ്സിലോ ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി നോക്കാം. അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ മൊമെൻറ്റം ഫ്യൂച്ചറും സ്പോട്ടൊക്കെ നോക്കുന്ന സമയത്ത് സ്റ്റിൽ ബെയറിഷാണ്. പക്ഷേ ബെയറിഷാന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഏത് സമയം തിരിയും ചെയ്യട്ടോ, നമ്മൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഞാൻ നോക്കാം, ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:08 ആയിട്ടുണ്ട്. നമ്മൾ അതിനുശേഷം ട്രേഡൊന്നും എടുത്തിട്ടില്ല. ആ ഒരു ട്രേഡ് തന്നെ ഉള്ളൂ. അതിനുശേഷം ഒറ്റ ട്രേഡ് എടുത്തത് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്ത്. കാരണം അത് പ്രീവിയസ് ഡേൻ്റെ ലിക്വിഡിറ്റി പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തതാണ്. പിന്നെ നിഫ്റ്റിയിലും കൂടി എടുത്തപ്പോൾ ഞാൻ വെച്ചാൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് എൻട്രി എടുത്ത ഉടനെ തന്നെ എക്സിറ്റ് ചെയ്തതാണ്. പിന്നെ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ താഴേക്ക് നോക്കാമെന്ന് വിചാരിച്ച് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. പക്ഷേ മാർക്കറ്റ് സ്ട്രൈറ്റ് താഴേക്ക് വരിക എന്നല്ലാതെ ഒരു പ്രാവശ്യം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് അതിന് ശേഷം എൻട്രി തന്നത് ഒരുപാട് താഴെ ഡേ ലോൻ്റെ തൊട്ടടുത്തെത്തിയിട്ടാണ്. നമ്മൾ 23,296 എന്നുള്ളൊരു അപ്സൈഡ് ലിക്വിഡിറ്റി നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം എൻട്രി തരാതെ സ്ട്രൈറ്റ് താഴേക്ക് വന്നതാണ്. നമുക്കൊരു 1 മിനിറ്റിൽ പ്രൈസ് ആക്ഷനിൽ എൻട്രി കിട്ടിയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻട്രി തരാതെ നേരെ താഴേക്ക് വന്നതിന് ശേഷം ഏറ്റവും താഴെ എത്തിയ സമയത്ത് ഡൗൺ സൈഡിലേക്കൊരു ആ ഒരു ഏരിയ എന്നാണ് തന്നത്. അതുകൊണ്ട് ട്രേഡ് എടുത്തിട്ടില്ല ഇതുവരെ. പിന്നെ ട്രേഡ് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ 23,270 റേഞ്ചിലൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് നോക്കാം. കാരണം 23,220 ഒക്കെ റേഞ്ചിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനൊരു
ഒരു ത്വര ഉണ്ടാവും മാർക്കറ്റിൽ നിന്നുള്ളൊരു വ്യൂവിൽ ഒരു എടുക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോഴും ബാങ്ക് നിഫ്റ്റി ഇതുവരെ ഹയർ ടൈം ഫ്രെയിം എടുത്തിട്ടൊന്നുമില്ലെന്ന്, പക്ഷേ ഈ 49,500 എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവലിൽ നിന്ന് ഒരുപാട് സമയമായി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന മാതിരി കാണിക്കുന്നത്. അപ്പോൾ താഴേക്ക് വരാൻ ഒരു പോസിബിലിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ ഡെയിലി ടൈം ഫ്രെയിം ഉണ്ടോ 23,222 നിഫ്റ്റിയിലുള്ളത്. അപ്പോൾ ഇനി അത് ടാപ്പ് ചെയ്യുന്നവരെ ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുക. കാരണം ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ഒക്കെ അപ്പ് സൈഡിലാണ്. അപ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് തന്നെ നോക്കാം. ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നും തരാതെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് എൻട്രി കിട്ടില്ല. നമുക്ക് അതാണ് പ്രശ്നം. കണ്ടിന്യൂസ് ഫാളിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് എൻട്രി കിട്ടില്ല, ഹ്യൂജ് ഫാൾ വരുന്ന ദിവസങ്ങളിൽ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരികയാണെങ്കിൽ. സമയം 2:20 അതിനുശേഷം മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന തന്നെ മാർക്കറ്റ് പിന്നെ താഴേക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 49,500 താഴേക്ക് മാർക്കറ്റ് വന്നു. അതുപോലെ ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തു നിഫ്റ്റി. നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി നോക്കാം അപ്പ് സൈഡിലേക്ക്. അതായത് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി എടുത്തതാണ് മാർക്കറ്റ്. അപ്പോൾ അത്യാവശ്യം മുകളിലേക്ക് പോകാനൊരു പോസിബിലിറ്റി ഉണ്ട്. അത്യാവശ്യം ടാർഗറ്റ് ലെവൽ ഉണ്ട് നമുക്കവിടെ. 23,000 കോൾ ഓപ്ഷൻ മാർക്കറ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം നമുക്ക്. പക്ഷേ ഡെയിലി IDX എടുത്തതിന് ശേഷം ഒരുപാട് താഴേക്ക് ഫാൾ ചെയ്തിട്ടോ മാർക്കറ്റ്. നല്ല ഫാൾ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇത്ര ഫാളിൽ നമുക്ക് അപ്പ് സൈഡിൽ ഏതെങ്കിലും ലിക്വിഡിറ്റി എടുത്താലല്ലേ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. നമുക്ക് ഏതായാലും ഇവിടെ ഒരു കോൾ ഓപ്ഷൻ ട്രൈ ചെയ്യാം. സെക്കൻഡ് ട്രേഡ് 130 റേഞ്ചിലൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. 6 പോയിൻ്റ് SL 1:67 ഒക്കെ ഉണ്ട് ടാർഗറ്റിലേക്ക്. അതുപോലെ നമ്മൾ പ്രതീക്ഷ വാരിയൊക്കെ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അപ്പ് സൈഡിലേക്ക് ഏതെങ്കിലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താലേ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഡയറക്റ്റ്. കാരണം നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്യുന്നതല്ലേ. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നിഫ്റ്റി 23,300 കോൾ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ചെറുതായിട്ട് ഇപ്പം 138 കുറച്ചും കൂടെ 130 റേഞ്ചിലൊക്കെ വരുമ്പോഴേക്കും നമ്മൾ എൻട്രി ഏരിയയിലേക്ക് വരേണ്ടതാണ്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു 49,500 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ ഒരുപാടായി സമയം ബാങ്ക് ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അത് കറക്റ്റ് നടന്നു. അതുപോലെ ഡെയിലി IDX ഏരിയയിലേക്ക് നിഫ്റ്റി പോകാനും പ്രോബിലിറ്റി, അതൊക്കെ പ്രോബിലിറ്റി ആട്ടോ, നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒരു എൻട്രി നോക്കാമായിരുന്നു. അത് കിട്ടാതെ സ്റ്റിൽ വീണ്ടും നമുക്ക് ഇന്ന് കോൾ ഓപ്ഷനാണ് ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. ഇപ്പം പുട്ട് ഓപ്ഷൻ ഇതുവരെ തരാതെ ഇത്രയും നല്ല ഫാളുണ്ടായിരുന്നു. ഒറ്റ ട്രേഡ് അതൊന്നും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറ്റില്ല, ഹ്യൂജ് ഫാളുള്ള സമയങ്ങളിൽ നമുക്ക് പലപ്പോഴും ട്രേഡ് കിട്ടാൻ വലിയ പ്രയാസമാണ്. സമയം 2:28 നമ്മൾ വിചാരിച്ച ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നില്ല. വീണ്ടും അപ്പ് സൈഡിലേക്ക് പോയത് കൊണ്ട് നമ്മുടെ എൻട്രി ഏരിയ ഒന്ന് മാറിയിട്ടുണ്ട്. എൻട്രി ഏരിയ ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ്. എൻട്രി ഇങ്ങോട്ട് മാർക്കറ്റ് വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാം. നമ്മൾ ഇന്നത്തെ ഒരു ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. 1 മിനിറ്റിൻ്റെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തന്നു. എൻട്രിക്ക് വേണ്ടി പ്രതീക്ഷിച്ച് നിന്നതാണ്, പക്ഷേ താഴേക്ക് വന്നില്ല. ഇനി നമുക്ക് നമ്മുടെ എൻട്രി ഏരിയ ഒന്ന് മാറിയിട്ടുണ്ട്. 23,06 ഒക്കെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ 23,006 23,005 താഴേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് 23,000 കറക്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അത്യാവശ്യം ഒരു 50 പോയിന്റിലധികം ഉണ്ട്. 23,000 ഒക്കെ ടാപ്പ് ചെയ്യുമ്പോൾ 50-53 പോയിന്റ് ഉണ്ട്. 1:5 എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ 130 പ്രീമിയം വെയിറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ 130 വരും തോന്നില്ല. 135 റേഞ്ചിലൊക്കെ അതിൻ്റെ താഴേക്ക് ആയിരിക്കും. 134 135 വരുമെന്ന് വിചാരിക്കാം എൻട്രി ഏരിയയിലേക്ക് വരികയാണെങ്കിൽ. ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എൻട്രി എടുക്കാൻ. കാരണം ഡൗൺ സൈഡ് 50 മിനിറ്റ്സ് ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുന്നുണ്ട് എൻട്രി ഏരിയയിലേക്ക്. 23,019 ഒക്കെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ പ്രീമിയം 143 141 എത്തിയിട്ടുണ്ട്. നമുക്കൊരു 16 23 16 എത്തിയിട്ടുണ്ട്. നമുക്കൊരു 10-20 പോയിന്റ് താഴേക്ക് വന്നാൽ സ്പോട്ടിൽ താഴേക്ക് ഒരു അപ്പ് സൈഡ് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഏതായാലും നമ്മുടെ എന്താ പറയുക കോൾ ഓപ്ഷനൊക്കെ റെഡിയാക്കി വെക്കാം. ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:30 തന്നെ. നമ്മളെ എൻട്രി ഏരിയൻ്റെ അടുത്താണ്. അപ്പോൾ എൻട്രി ഇട്ടാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. നിഫ്റ്റി 23,16 റേഞ്ചിലൊക്കെയാണ്. കുറച്ചും കൂടെ താഴെ വന്ന് നമുക്ക് എൻട്രി എടുത്തിട്ട് നോക്കാം. 144 എത്തിയിട്ടുണ്ട് പ്രീമിയം. 23,015 എത്തിയിട്ടുണ്ട്. 13 12 താഴേക്ക് വരുന്നുണ്ട്. ഇനി ഒരു 10-15 പോയിന്റ് കൂടെ താഴെ വന്നാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. പ്രീമിയം 141 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടെ താഴെ വരട്ടെ. നമുക്ക് ടാർഗറ്റ് കുറച്ച് വലുത് വെക്കട്ടോ. കാരണം തൊട്ടടുത്തൊന്നും ലിക്വിഡിറ്റി ഏരിയ ഇല്ല. അപ്പോൾ നമുക്കൊണ്ട് വലിയൊരു ടാർഗറ്റ് വെക്കാം. ഇനിയിപ്പോൾ സമയം ഉണ്ടോയെന്ന് അറിയില്ല. 2:30 ആയി. ഇനിയിപ്പോൾ എൻട്രി കിട്ടുകയാണെങ്കിൽ തന്നെ
ടൈം ഉണ്ടോയെന്നറിയില്ല. സെൽ അടിക്കാൻ പെട്ടെന്ന് പരിപാടി ചെയ്യും. ഇത് ടാർഗറ്റിലേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. ഏതായാലും മാക്സിമം ഈ ഒരു റേഞ്ചിൽ വെക്കാം. പിന്നീട് വെയിറ്റ് ചെയ്യാം നമുക്ക് എൻട്രി വരികയാണെങ്കിൽ. 2:33 ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രി ഇവിടെ പിടിച്ചിരിക്കാൻ അല്ലാതെ ഇതുവരെ വന്നിട്ട് അപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്യാം. വേറെ ട്രേഡൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. 2:33 ഇപ്പോൾ പ്രീമിയം 155 ആ ഏരിയയിൽ നിന്ന് വീണ്ടും 20 പോയിൻറ്റ്സ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാൻസ് വരുമോയെന്ന് അറിയില്ല. ആ ഒരു രാവിലെ ചെയ്ത ഒരൊറ്റ ട്രേഡേ ഉള്ളൂ, പിന്നീട് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അങ്ങനെ ചില ദിവസങ്ങളിൽ നമ്മൾ എന്താ പറയുക ഡൗൺ സൈഡിലേക്ക് അപ്പ് സൈഡിലേക്ക് എൻട്രി വരുന്നു. പക്ഷേ ഞാൻ ഡൗൺ സൈഡിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നതാണ്. അതുവരെ കിട്ടാതെ താഴെ വന്ന് ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തുകൊണ്ടാണ് അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്തത്. പക്ഷേ അതിൽ എൻട്രി തന്നിട്ടുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. എൻട്രി ഇനിയിപ്പോൾ 2:50 2:45 കഴിഞ്ഞിട്ടാണ് പിന്നെ എൻട്രി എടുക്കാതിരിക്കുകയായിരിക്കും നന്നാവാമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 2:51 എൻട്രി പോയ പോക്കുണ്ടോ? നമുക്ക് എൻട്രി തരാതെ പോയി അല്ല 206 താഴേക്ക് നമ്മൾ 200 റേഞ്ചിലൊക്കെ 23 റേഞ്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് പോയത്. നമ്മളിവിടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചതാണ് 142 അത് അവിടെ നിന്ന് തൊടാതെ പോയി. 141 എത്തിയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ വെച്ചു 138 എത്തും എൻട്രി എടുക്കുമ്പോഴേക്കും. അപ്പോൾ 142 കൊടുത്തിടാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ എൻട്രി തരാതെ അങ്ങോട്ട് പോയി. ഒരു 3-4 പോയിന്റ് കൂടി താഴെ വന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നു. നമുക്ക് ബൈ മിസ്റ്റേക്ക് എന്ത് ചെയ്യാനാ, പോയി ഇനി പറഞ്ഞിട്ടില്ല. ഓൾമോസ്റ്റ് 1:5 7 ആയി. ഇപ്പോൾ 182 പ്രീമിയം. 140 കിട്ടുകയാണെങ്കിൽ 40 പോയിന്റ് ഇപ്പോൾ പോയി. നമുക്ക് ഡൗൺ സൈഡിലേക്കാണ് എൻട്രി തന്നിട്ടുണ്ടായിരുന്നില്ല, തീരെ തന്നിട്ടില്ലായിരുന്നു. അതാ 190 അതാ പ്രീമിയം. ഏതായാലും പോയി. അപ്പ് സൈഡിലേക്ക് എൻട്രീൻ്റെ തൊട്ടടുത്ത് പോയി. ഏതായാലും ഇങ്ങനത്തെ 1-2 ദിവസം ആഴ്ചയിൽ ഒരു ടാർഗറ്റൊക്കെ അടിച്ചാൽ മതി. ഇങ്ങനത്തെ നമുക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല ആ ഒരു വീക്കിൽ. അപ്പം അതാണ്, ചില ദിവസങ്ങളിൽ നമുക്ക് എൻട്രി അവസരം ഉണ്ടാവും, പക്ഷേ നമ്മൾ എൻട്രി മിസ്സാവും. ഇന്നിപ്പോൾ ആകെ ഒരൊറ്റ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതുവരെ വേറെ ട്രേഡൊന്നും ഇല്ല. ഇനിയിപ്പോൾ സമയം 3 മണിയായി. ഇനിയിപ്പോൾ ഏതായാലും നാളെ നോക്കാം. താങ്ക് യു, ബൈ.